നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. JB ജംഗ്ഷനിലെ ഇന്നത്തെ അതിഥി ആരായിരിക്കണം? ഒരൊറ്റ സിനിമയിലൂടെ, ഒരൊറ്റ കഥാപാത്രത്തിലൂടെ, എന്തിനേറെ ഗേളി എന്ന പെൺകുട്ടിയിലൂടെ മലയാളിയുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ നമ്മുടെ സ്വന്തം നദിയ മൊയ്തു. അവരെ സ്വാഗതം ചെയ്യാം. നദിയ, ഞാൻ കൈപിടിച്ച് കുലുക്കിയപ്പോൾ വളരെ സൂക്ഷിച്ചാണ് കുലുക്കിയത്. എന്താ കാരണം അറിയോ? എന്താ അവിടെ എന്തൊരു ഇല്ല, അത് ആക്ച്വലി ഞങ്ങളൊരു പുതിയ പ്രഷർ കുക്കർ മേടിച്ചിട്ടുണ്ടായിരുന്നു. സോ എൻ്റെ മെയ്ഡിന് അത് ഉപയോഗിക്കാനായിട്ട് ഇച്ചിരി പേടി. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ഞാൻ ഉപയോഗിക്കാം. അപ്പോൾ ധൃതി വെച്ച് കുക്കിംഗ് ചെയ്താൽ എപ്പോഴും ഉള്ള പ്രോബ്ലം. അപ്പോൾ ആ സ്റ്റീം കുറച്ച് വന്ന് എൻ്റെ കൈ കൊണ്ട്, അതുകൊണ്ട് ഇപ്പോൾ ഒരു ബ്ലിസ്റ്റർ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ലോകത്തോടെല്ലാം പറഞ്ഞിരിക്കുകയാണ് നദിയ നല്ലൊരു പാചകക്കാരിയാണ്. ഇതൊരു നമ്പറാണെന്ന് എനിക്ക് സംശയമില്ല. ഇല്ല, അതൊരു ഫാമിലി എടുത്ത് ചോദിച്ചാൽ മതി. നന്നായി കുക്ക് ചെയ്യും, തരക്കടില്ലാതെ കുക്ക് ചെയ്യും. ആണോ? ഏതാണ് ഇഷ്ടപ്പെട്ട? ഇന്ത്യൻ ആണ് നാച്ചുറലി വരുന്നത്, പക്ഷേ മക്കൾക്കൊക്കെ ഇറ്റാലിയൻ ഇഷ്ടമാണ്. അവർക്ക് തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കാറില്ലേ? നല്ലോണം ഉണ്ടാക്കും. ചിക്കൻ മട്ടൺ രണ്ടും. ചിക്കൻ മട്ടൺ ഫിഷും. പക്ഷെ ശരീരത്തൊന്നും കാണാനില്ലല്ലോ. അത് ഞാൻ തീറ്റയ്ക്കേ ഉള്ളൂ. എല്ലാവർക്കും സ്ട്രെസ്സും കൊടുക്കും, ഭക്ഷണം കൊടുക്കും അല്ലേ? രണ്ടും യഥേഷ്ടം കൊടുക്കും. അതെ. നദിയ മൊയ്തു, ഒരുപാട് പേരാണ്. സെറീന, നദിയ, നാദിയ. എങ്ങനെയാണിത് നദിയെ അഡ്രസ്സ് ചെയ്യേണ്ടതെന്നുള്ളൊരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്. ചിലപ്പോൾ എനിക്ക് തന്നെ അതൊരു വലിയ കൺഫ്യൂഷനാണ്. ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡ് സോഷ്യൽ സർക്കിൾസിലൊക്കെ ഞങ്ങളിങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടിക്കൊക്കെ പോവുകയാണെങ്കിൽ ഞാൻ എപ്പോഴും സരീനായിട്ടാണ് തന്നെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ. കാരണം അവർക്കൊന്നും എന്നെ നദിയായിട്ട് അറിഞ്ഞൂടാ. പിന്നെ അതിൽ വല്ലവരും സൗത്ത് ഇന്ത്യൻസ് ഉണ്ടെങ്കിൽ അവർ പറയും പക്ഷെ നിങ്ങൾക്ക് നദിയായിട്ട് നല്ല സാമ്യം ഉണ്ടല്ലോ. ഞാൻ പറയും ഞാൻ നദിയും കൂടിയാണ്. അങ്ങനെ സോ ഇറ്റ് ഡസ് ക്രിയേറ്റ് എ ലോട്ട് ഓഫ് കൺഫ്യൂഷൻ. സിനിമ ക്രൗഡിലാണുമ്പം ഞാൻ നദിയായിട്ട് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇഫ് ഇറ്റ്സ് നോട്ട് എ സിനിമ ക്രൗഡ് ഐ എം പ്യോർലി സരീന. നദിയുടെ ആ ജസ്റ്റേഴ്സ്, പോസ്റ്റേഴ്സ്, രൂപം, ഭാവങ്ങൾ, ഇതിലൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. ഞങ്ങൾ ആദ്യ സിനിമയിൽ കണ്ട അതേ നദിയ മൊയ്തുവിൻ്റെ എല്ലാ ഭാവങ്ങളും ഇവിടെ ഇപ്പോഴും ഇവിടെ പ്രകടിപ്പിക്കുന്നു. ശരിയല്ലേ? ഇതൊരു അത്ഭുതം തന്നെ ആയിട്ടാ. താങ്ക് യു. ഇതിനെന്തെങ്കിലും ഒരു സൂത്രവിദ്യ ഉണ്ടോ? സൂത്രമില്ല. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഐ തിങ്ക് ജെനറ്റിക്സ്. പേരൻസിൻ്റെ ജീൻസ് ഉണ്ട്, അതൊരു വലിയ ബ്ലെസ്സിങ് തന്നെയാണ്. പിന്നെ ഇത് അമ്മ വഴി കിട്ടിയതാണോ അതെയോ ഉപ്പ വഴി കിട്ടിയതാണോ? രണ്ടുപേരും ഇല്ലാതെ ഞാൻ ഉണ്ടാവില്ലല്ലോ. അതല്ല, ഈ ഫ്രെയിം ആരുടെയാണ്? ഇല്ല, ഫ്രെയിം എനിക്ക് തോന്നുന്നു രണ്ടുപേരും മത്സരിച്ചു ഫ്രെയിം തരാൻ വേണ്ടിയിട്ട്. സോ ഐ തിങ്ക് കുറച്ച് നമ്മൾ ബുദ്ധിമുട്ടില്ലാതെ ഒന്നും നടക്കൂല. സോ ഞാൻ എക്സസൈസ് ചെയ്യും. എനിക്ക് ആക്ച്വലി നല്ലോണം കഴിക്കാനും ഇഷ്ടമാണ്, പക്ഷെ അതുപോലെ എനിക്ക് എക്സസൈസ് ചെയ്യാനും ഇഷ്ടമാണ്. സോ ഐ കൈൻഡ് ഓഫ് ബാലൻസ് ബോത്ത് ടുഗദർ. ഒരു എക്സസൈസ് ഫ്രീക്ക് ആണോ? അതെ ആണ്. അതെ, ഒരു പ്രാന്താണ്. കൈൻഡ് ഓഫ് പ്രാന്ത്. അതെൻ്റെ ഒരു പാഷനാണ്. കാരണം ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ സ്ട്രെസ്ഡ് ആണെങ്കിലും ശരി, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് ഒത്തിരി മടി തോന്നുകയാണെങ്കിലും ശരി, ഞാൻ അവർക്ക് ഒരു നടന്നിട്ടൊന്ന് വന്നാലോ യു ജസ്റ്റ് ഗെറ്റ് ദിസ് സെക്കൻഡ് ബൗട്ട് ഓഫ് എനർജി. സോ അതെനിക്കൊരു നടക്കും. ഓഹോ, അതൊരു രോഗമായി മാറിയിരിക്കുകയാണല്ലോ. ഇല്ല, എനിക്ക് നടക്കാൻ ഇഷ്ടമാണ്. ഞങ്ങൾ പുറത്ത് ജീവിക്കുമ്പോഴും ലണ്ടനിലും അമേരിക്കയിലും ഉണ്ടായിരുന്നപ്പോഴും നടക്കുമായിരുന്നു, കുറേ ബൈസിക്കിൾ ചവിട്ടുമായിരുന്നു. സോ എനിക്കതൊക്കെ വോളിബോളൊക്കെ കളിക്കായിരുന്നല്ലേ? കുറച്ചൊക്കെ ത്രോ ബോൾ കളിക്കുമായിരുന്നു കോളേജ് സമയത്തൊക്കെ കഴിക്കും. ഇത് നദിയുടെ ഈ രൂപഘടനയെക്കുറിച്ച് ഞാൻ മാത്രമല്ല, ഒരുപക്ഷെ നദിയുടെ വളരെ അടുത്ത ആൾക്കാർ പോലും അതിൽ അസൂയപ്പെടുന്നുണ്ട്. അങ്ങനെ അസൂയുള്ള ഒരാളെ ഞാൻ കൊണ്ടുവരട്ടെ? ആണോ? വരട്ടെ. ഞാൻ ഓസ്കറൊക്കെ കിട്ടിയതിന് ശേഷം എനിക്കൊരു ദിവസം വളരെ സർപ്രൈസായിട്ട് നദിയുടെ ഒരു മെസ്സേജ് വന്നു. അങ്ങനെ വി ആർ വെരി പ്രൗഡ് ഓഫ് യു ആൻഡ് ഐ ജസ്റ്റ് കുഡൻറ്റ് ബിലീവ് ഇറ്റ്. നദിയ എന്നെ വിളിച്ചു. said we are hosting a dinner for you, please are you free? അപ്പോൾ നമ്മളൊരു ഡേറ്റ് ഒക്കെ നിശ്ചയിച്ചു. നദിയ ഹോസ്റ്റഡ് എ ഡിന്നർ ഫോർ മീ. അപ്പോൾ ഞാൻ അന്ന് വൈകിട്ട് പാർട്ടിക്ക് പോകുമ്പോൾ ഞാനും വൈഫും 2 കുട്ടികളുണ്ട്. then I was just looking at Nadia and I still the same person, that bubbly, that energetic, that running around, and she made everything to make me comfortable because there were a lot of people that I didn't know from other sectors. So I just want to ask you one thing. What is the secret of your energy? What is the secret of your youthfulness? I just can't put a finger to it. Rasool indeed, എനിക്ക് റസൂലിനെ വലിയ പരിചയമില്ലായിരുന്നു. പക്ഷേ റസൂലിന് ആ ഓസ്കർ കിട്ടിയപ്പം
മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി റസൂൽ ആ സമയത്ത് കൊടുത്തൊരു സ്പീച്ച് ഉണ്ടായിരുന്നു. ഇറ്റ് ഹാഡ് ലോട്ട് ഓഫ് ഡെപ്ത്. ഓസ്കർ വാങ്ങിയ ശേഷം when he was accepting the award എന്ന് പറഞ്ഞു, it had lot of depth. And actually that got me thinking, and I said he seems like a very intelligent man. എനിക്ക് റസൂലിനെ കുറിച്ച് ഇതിന് മുമ്പ് അറിയില്ലായിരുന്നു. But it was a very proud moment. ഞാൻ ആക്ച്വലി ഫാസിൽ അങ്കിളിനെ വിളിച്ച് പറഞ്ഞു എനിക്ക് റസൂലിൻ്റെ നമ്പർ ഒന്ന് തരണം, ഐ വോണ്ട് ടു ഗിവ് ഹിം എ കോൺഗ്രാറ്റുലേറ്ററി നോട്ട്. അങ്ങനെ ഞാൻ മെസ്സേജ് അയച്ചു തരുന്ന റസൂൽ. ഇറ്റ് വാസ് വെരി കൈൻഡ് ഓഫ് ഹിം. കാരണം റസൂലിന് ആ സമയത്ത് കുറേ മെസ്സേജസ് കിട്ടി കാണും, പക്ഷേ he was very prompt എന്നിട്ട് എനിക്ക് റിപ്ലൈ ചെയ്തിരുന്നു. സോ ലൈക്ക് ദാറ്റ് വി തോട്ട് വി ഷുഡ് ഹാവ് എ ഡിന്നർ ഫോർ ഹിം. ആൻഡ് കുറേ ഞാനിപ്പോൾ റസൂലിൻ്റെ പടങ്ങളൊക്കെ കാണുമ്പോൾ യു പേ മോർ അറ്റൻഷൻ ടു ദ സൗണ്ട് ഡിസൈൻ ആൻഡ് എവറിത്തിങ്. അപ്പോൾ അന്ന് ആ കാലത്ത് നമ്മൾ ടെക്നിക്കലി അത്രയൊന്നും ഞങ്ങൾ ശ്രദ്ധിക്കില്ലായിരുന്നു. ബട്ട് നൗ ബിക്കോസ് റസൂൽ അറിയാവുന്ന സ്ഥിതിക്ക് അത് കുറച്ചും കൂടി അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കും. എന്നിട്ട് ഞാൻ ഡിസ്കസും ചെയ്യും. ഇപ്പോൾ റസൂലിൻ്റെ ഏതെങ്കിലും പടം ഞങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഉടനെ വിളിച്ച് പറയും മൈ ഫീഡ്ബാക്ക്, ജസ്റ്റ് എൻ ഓണസ്റ്റ് ഫീഡ്ബാക്ക്. സോ ഇറ്റ്സ് നൈസ്. ആൾക്കാർ വല്ലതും ഐ തിങ്ക് നമ്മൾ വല്ലതും നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഓർ യു ആർ അവാർഡഡ് ഫോർ വാട്ട് എവർ യുവർ വർക്ക് ഇസ്, ഒരു രണ്ട് സെക്കൻഡ് വേണ്ടി വിളിച്ചിട്ട് നമ്മളൊന്ന് കോൺഗ്രാറ്റുലേഷൻസ് പറയുന്നത് ഐ തിങ്ക് ഇറ്റ് ടച്ചസ് യു ക്വൈറ്റ് എ ലോട്ട്. മാത്രമല്ല ഇപ്പം റസൂൽ തിരിച്ചും കൺഗ്രാറ്റുലേറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് ഈ സ്വഭാവമൊക്കെ ഇതുപോലെ തന്നെ ഞാനിങ്ങനെ പറയുമ്പോൾ ഗേളിഷ് ഇല്ല, ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിക്കുമ്പം ജനറലി ഇല്ല, ഹസ്ബൻഡ് ഇസ് ഓൾസോ വെരി സ്ലിം, അതാണ് പ്രോബ്ലം. സോ ഇല്ല അങ്ങനെയൊന്നും ഇല്ല. ഇച്ചിരി ഒന്ന് വണ്ണം കൂടി എൻ്റെ ഹസ്ബൻഡ് പറയാം ഇപ്പൊ കണ്ട ദാരാസ് ഇങ്ങനെ പോലെ ഉണ്ട് അങ്ങനെ പറയും ചിലപ്പോഴൊക്കെ. ബട്ട് നോട്ട് റിയലി. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും ഇങ്ങനെ ആൾക്കാർ പറയുമ്പോൾ ഹൗ ഇസ് ഇറ്റ് ദാറ്റ് യു ആർ സ്റ്റിൽ വെരി എനർജറ്റിക് അങ്ങനെ ഇങ്ങനെയൊക്കെ എന്ന് പറയുമ്പം ഹസ്ബൻഡ് നീ ചുമ്മാ പറഞ്ഞാൽ മതി, ഐ കീപ് യു വെരി ഹാപ്പി, ബസ് അത് മാത്രം മതി. ഒരുപാട് നുണ പറയിപ്പിക്കുന്നുണ്ടല്ലേ? നുണ പറയിപ്പിക്കുന്നുണ്ട്. സോ അതല്ലാതെ ഐ തിങ്ക് ഇറ്റ് ഇസ് ജസ്റ്റ് പേഴ്സണാലിറ്റി ആണെന്ന് തോന്നുന്നത്. ഞാൻ ചെറുപ്പത്തിലേ അങ്ങനെയായിരുന്നു. ഇത് ആരോ പറഞ്ഞ പെഡിഗ്രിയാണ്, ഒരു 70%, ബാക്കി 30% യുവർ ഹാർഡ് വർക്ക്. പക്ഷെ മക്കൾക്കും നല്ല അഭിപ്രായമാണ് അമ്മയോട് അല്ലേ? അങ്ങനെ തോന്നുന്നു. ചിലപ്പം കുട്ടികൾക്ക് എന്താ മനസ്സിലുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കുട്ടികളാണ് ഭയങ്കര ജിക്സോ പസിലാണ് പിള്ളേരുടെ മനസ്സിൽ. അതെ പറയാൻ പറ്റില്ല. അമ്മമാരാണെങ്കിൽ എപ്പോഴും അവരുടെ ലിസ്റ്റിൽ ഇച്ചിരൊന്ന് താഴെ നിർത്തുള്ളൂ. ഒരാളെ കൊണ്ടുവരാം നമുക്ക്. Hi Ma. So one of the things that I think is the most admirable quality about you is that you're able to balance, and that you can balance your work and you can balance your lifestyle at home. And I think that's honestly very difficult and really incredible, because at home you're a busybody, you're there for everything that we need, but then at work you know that you need to be focused, yet you're still calling and you're still making sure that our life is running smoothly as if you were here. So one of the questions that I want to ask you is, so we know that I'm going to be leaving for college next year and I'm going to be gone and it's going to be strange, and so I almost worry in that how are you going to manage? How are you going to manage without me being there? And I don't know if that reality has really set in for you yet, but I hope, and I know I'll come and visit, but I hope everything works out okay. അതെ, അടുത്ത കൊല്ലം അമ്മയെക്കുറിച്ച് ഇത്രയൊക്കെ നല്ല വാചകങ്ങൾ മകൾ പറഞ്ഞു എന്നുള്ളത് എനിക്ക് ഇത്ര വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതിലൊരു സ്ക്രിപ്റ്റ് ഉണ്ടോ എന്നൊരു സംശയം. അതെ, എനിക്കും തോന്നുന്നു ഇപ്പം. അതെ, നോ ഇറ്റ്സ് ട്രൂ. അടുത്ത കൊല്ലം ഇനി എൻ്റെ മോള് കോളേജിൽ പോകും പഠിക്കാനായിട്ട്. സോ വളരെ മെച്യൂർഡ് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ അമ്മയാണ് ഇത്. അതെ, നോ ഇറ്റ്സ് പ്രൗഡ്. ഐ ഫീൽ പ്രൗഡ്. ചില പരസ്യങ്ങളിലൊക്കെ കാണുന്ന പോലെ ആൾക്കാരിങ്ങനെ ഒരാളെ കാണുമ്പോൾ ഭയങ്കരമായി വല്ല അമേസ്ഡായി നോക്കും. പെട്ടെന്ന് ആൻറ്റി ക്ലൈമാക്സ് പോലെ മമ്മി എന്നൊക്കെ വിളിച്ച് വരില്ലേ? ഏതൊക്കെയോ സന്തൂറിൻ്റെ പരസ്യം. ഇല്ല, ചിലപ്പോൾ എപ്പോഴും കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് എപ്പോഴും തോന്നും ദാറ്റ് അവരത്ര കേപ്പബിൾ അല്ല എന്ന്. പക്ഷെ ചില സിറ്റുവേഷനിൽ അവരുടെ ചില അഭിപ്രായങ്ങൾ, അവരുടെ ചില ഡിസിഷൻസ്, ജസ്റ്റ് ഔട്ട്ലുക്ക് ടുവേർഡ്സ് ലൈഫ് ഇസ് വെരി ഡിഫറെന്റ്. നമ്മൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തേക്കാൾ സുപ്പീരിയറായ കാലഘട്ടത്തിലാണ് അവർ ജീവിക്കുന്നത്. ആബ്സല്യൂട്ട്ലി, വളരെ ഇൻഫോർമേറ്റീവ് ആയ കാലഘട്ടം. അതെ. ഇപ്പം ഞങ്ങളിപ്പോൾ ഒരുമിച്ചിരുന്ന് ഇപ്പോൾ ഡിന്നറൊക്കെ കഴിക്കുകയാണെങ്കിലും വി ടോക്ക് അബൌട്ട് എനിത്തിങ്. എൻ്റെ മൂത്തമോക്ക് ഇപ്പോൾ 17 വയസ്സുണ്ട്. സോ ഞങ്ങൾ എന്തിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ സ്കൂളിൽ നടക്കുന്ന ചില സംഗതികളാണെങ്കിലും ശരി, ടോക്കിംഗ് അബൌട്ട് ബോയ്സ്. വഴക്കടിക്കോ? വഴക്കടിക്കും. അതില്ലാതെ ശരിയാവില്ല. ഒരു ബോസി മമ്മാണോ? കുറച്ച് ബുള്ളിങ് ടൈപ്പാണോ? ബുള്ളിയല്ല, ബോസിയാ. ഇറിറ്റേറ്റ് ചെയ്യോ പിള്ളേരെ?
കുറച്ചൊക്കെ ഉണ്ടാകാൻ അവർക്ക് ചിലപ്പോൾ സാധ്യതയുണ്ട്. irritation ആയിട്ട് ഈ സ്വഭാവം തോന്നുമായിരിക്കും. വെച്ചിട്ട് എനിക്ക് കുറച്ച് കാര്യം സാധ്യതയുണ്ട്. കുറച്ച് ഇറിറ്റേറ്റ് ആകണം ആണ്, എന്നാലേ ആ സ്റ്റാമ്പ് ഉണ്ടാവുള്ളൂ അവിടെ. ഇല്ല, അതിന് മാത്രമല്ല, ഐ തിങ്ക് ആസ് എ മദർ, പിന്നെ ഐ തിങ്ക് 2 പെൺകുട്ടികളുള്ളപ്പം എനിക്ക് തോന്നുന്നു അവർ ഇറിറ്റേറ്റ് ആകുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ, ഐ എം സർപ്രൈസ്ഡ് എൻ്റെ മോള് പറഞ്ഞില്ല, പക്ഷേ സാധനങ്ങൾ ചിട്ടയ്ക്കെടുത്ത് വെക്കുക അല്ലേ, അതെപ്പോഴും ഒരു എടുത്ത സാധനം എടുത്തെടുത്ത് വെക്കൂല ചിലപ്പം. സോ അതൊക്കെ എനിക്ക് ഇച്ചിരി ഇറിറ്റേറ്റ് ചെയ്യുന്ന സംഗതികളാണ്. അപ്പം ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും അതൊരു വീണ്ടും പറയുമല്ലേ. അത് പിന്നെ എന്ത് ചെയ്യാൻ, അത് നമ്മൾ പെണ്ണുങ്ങൾക്കുള്ള സ്വഭാവമാണ്. ഒരാളെ കൊണ്ടുവന്ന സ്ഥിതിക്ക് വേറൊരാളെ കൊണ്ടുവന്നു നോക്കട്ടെ. Hi Ma, I just wanted to say how it's great how you're always there for Sanam and I, and you always get those small things that we want, even if it's just clothes or just something, the snacks that we love to eat. I also love how you always in the morning pack our lunch, even if the maid is still there. I guess I just wanted to ask, how do you go to work and be an actress when you are there, but when you are home, you are just a complete normal mother? രണ്ട് പിള്ളേർക്കും അമ്മയെക്കുറിച്ച് നല്ല മതിപ്പാണ് കേട്ടോ, അറ്റ്ലീസ്റ്റ് ഔട്ട്വേർഡ്ലി. അതെ, ഇല്ല, കാണുമായിരിക്കും. They don't pretend. ശരിക്കും. Actually, answering to my മൂത്തമോടെ question, ആക്ച്വലി എൻ്റെ ഇളയമോൾ ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. ഷീസ് ഓൺലി 13 years old. സോ അത് കാരണം ഒരു മോളും കൂടി നമ്മുടെ കൂടെ ഉണ്ടല്ലോ, സോ അതിനുള്ള ഒരു ഇതുണ്ട്, കോമ്പൻസേറ്റ്. പക്ഷെ എന്നാലും ഇപ്പം എൻ്റെ മൂത്ത മോള് സനം ഇസ് വെരി എക്സൈറ്റഡ് അബൌട്ട് ഗോയിങ് ടു കോളേജോ അതിതൊക്കെ. പക്ഷെ ഐ തിങ്ക് ചിലപ്പം അഫ്കോഴ്സ് നമ്മുടെ മദർലി ഡ്യൂട്ടി നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യും, പക്ഷെ അറിയാതെ ഐ തിങ്ക് ഷീ സ്പെൻഡ്സ് എ ലോട്ട് ഓഫ് ടൈം ഈവൻ വിത്ത് മൈ ഹസ്ബൻഡ്. സോ ആ ഫാദറിൻ്റെ കൂടെ, കാരണം അവർ ക്രിക്കറ്റ് മാച്ചസും പിന്നെ ഉള്ള ഫുട്ബോൾ മാച്ചസ് എല്ലാം ഒരുമിച്ചായിരുന്നു കാണുക. ഷീ ഈസ് എ ബിഗ് സ്പോർട്ട്. ഞാൻ കാണും, പക്ഷേ എനിക്ക് എല്ലാം പ്ലേയേഴ്സിനെ അറിഞ്ഞൂടാ. നോട്ട് റിയലി, ഐ ഹാവ് മൈ ഒപ്പീനിയൻ. എല്ലാത്തിനും എനിക്ക് ഒപ്പീനിയൻ ഉണ്ട്. ഇന്നർ ലെയറിലേക്ക് നദിയെ കേട്ടില്ല അവരുടെ ഒരു കമ്പനിയാണ്. ഇല്ല, ചിലപ്പോഴൊക്കെ സ്പോർട്സിന്റെ കാര്യത്തിന്, പിന്നെ വല്ലതും ആർട്ട് സംബന്ധിച്ചാണെങ്കിൽ, ഇപ്പോൾ സ്കൂൾ പ്രോജക്റ്റ് ആണെങ്കിലും ശരി, അല്ലെ ആർട്ട് സംബന്ധിച്ച് എന്താണെങ്കിലും, പിന്നെ അതിന്റെ അഡ്വൈസ് അവർ എൻ്റെ അടുത്ത് വരിക. സോ ഐ തിങ്ക് ഇറ്റ് ഇസ് കൈൻഡ് ഓഫ് എല്ലാവർക്കും അവരവരുടെ ഒരു റോൾ, അവരുടെ ഏരിയ ഉണ്ട്. രണ്ട് കുട്ടികൾ ആരെങ്കിലും അഭിനയത്തിന്റെ ഒരു മികവിലേക്ക് പോകുന്നുണ്ടോ? ഇല്ല, ഞാനിപ്പോൾ പറഞ്ഞ പോലെ അടുത്ത കൊല്ലം എൻ്റെ മോളിപ്പം കോളേജിൽ പോകുന്ന സ്ഥിതിക്ക് ഐ മീൻ ദാറ്റ്സ് നോട്ട് റിയലി ആ ഫോക്കസ് റൈറ്റ് നൗ. ഇല്ല, കുട്ടികൾക്ക് ആഗ്രഹമൊന്നുമില്ലേ? അമ്മയൊക്കെ വളരെ ചെറിയ പ്രായത്തിൽ ഇത്രത്തോളം ഫെയിമും ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസും അക്യൂർ ചെയ്ത സ്ഥിതിക്ക് എന്തുകൊണ്ട് ഞങ്ങൾക്ക് ആയിക്കൂടാ എന്ന് വേണമെങ്കിൽ മക്കൾ ചോദിക്കില്ലേ? ബ്രിട്ടാസ് ആക്ച്വലി എനിക്ക് തോന്നുന്നു എൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഉള്ളത്, ഇപ്പം എൻ്റെ ഇളയമോള് പറഞ്ഞ പോലെ ഞാൻ ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നത്, ഒരു മൂവി സ്റ്റാറായിട്ടും ഒരു മദറായിട്ടും ബാലൻസ് ചെയ്യുന്നത്. ഏറ്റവും വലിയ ഗുണം എനിക്ക് തോന്നുന്നത്, ഞാൻ ഇവിടുന്ന് വിട്ട് ഞാൻ ബോംബെ പോകുമ്പം എന്നെ ആരും തിരിച്ചറിയില്ല. ചിലപ്പോൾ വല്ല സൗത്ത് ഇന്ത്യൻസിലൂടെ കണ്ടാലേ എന്നെ തിരിച്ചറിയത്തുള്ളൂ. പക്ഷെ അതുകൊണ്ട് ആ കാരണം വെച്ച് എനിക്ക് കോൺസ്റ്റൻ്റ്ലി എനിക്കതൊരു റിമൈൻഡർ അല്ല, അത് ഞാനൊരു സ്റ്റാറാണ്, ആ റിമൈൻഡർ എനിക്ക് പ്രൈവസിയിലേക്ക് ഇൻവേഷൻ വരുന്നില്ല. സോ ഐ ആം ലൈക്ക് ഡൂയിങ് എവറിത്തിങ്. ഞാൻ പറഞ്ഞ പോലെ ഞാൻ വാക്കിന് പോവുകയാണെങ്കിൽ ഐ എം വാക്കിംഗ് ത്രൂ ദ ബിസി സ്ട്രീറ്റ്സ് ഓർ ബൈ ദ വാട്ടർ. സോ എനിക്ക് തോന്നുന്നു അത് എനിക്കൊരു ഗ്രൗണ്ടിങ് ഫാക്ടറാണ്. പിന്നെ എനിക്ക് തോന്നി ചിലപ്പോൾ ഈ 2 പേരുള്ളതും അതിൻ്റെ ചില ഗുണങ്ങൾ കാണും. കാരണം ഞാൻ സരീനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം ഞാനൊരു വേറെ ആൾ തന്നെയാണ്. ഐ എം മൈ ഹസ്ബൻഡ്സ് വൈഫ്. മുംബൈയിലൊക്കെ സെറീന എന്ന് പറഞ്ഞാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കൂടുതലും. ശരി, ഒരു ആൾമാറാട്ടമാണ് നടത്തുന്നത്. അതെ, ഇംപേഴ്സണൈസേഷൻ, ഡ്യുവൽ പേഴ്സണാലിറ്റി എന്ന് പറയാം. സോ എനിക്ക് തോന്നുന്നു അതൊരു ബെനിഫിറ്റാണ്. അത് കാരണം നമുക്കൊന്ന് ബാലൻസ് ചെയ്യാൻ പറ്റും. കേരളത്തിലായിരുന്നെങ്കിൽ നദിയുടെ ഓരോ മൂവ്മെന്റും വാച്ച് ചെയ്യപ്പെടുമായിരുന്നു. അത് പിന്നെ ഏത് പച്ചക്കറിയാണ് മേടിക്കുന്നത്, എന്താണ് ഈ ആരോഗ്യത്തിന്റെ ലക്ഷണം എന്നൊക്കെ നോക്കി വേണേൽ കുറെ പെണ്ണുങ്ങൾ പറയാൻ വന്നേ. എനിക്ക് പിന്നെ പച്ചക്കറി എടുത്ത് അവർക്ക് എനിക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ സ്വഭാവം ഒന്നും ഇവിടെ പ്രകടിപ്പിക്കാനും പറ്റില്ല. ഒരു തക്കാളിയുടെ വിലയ്ക്ക് വേണ്ടി അടിയുണ്ടാക്കുന്ന സ്വഭാവം അതൊന്നും ഇവിടെ പറ്റില്ല. ഒരാളും കൂടെ വരട്ടെ. And it's amazing and fortunate that after all this we've ended up back in India, and that has given you a chance to have a second innings in the world of films. I've always wondered what your views were on the first innings versus the second innings. You were much younger, had a very different perspective of films. Now, as a more mature person, a housewife, your views are probably very different. So it'd be interesting to hear your thoughts on the first and second innings in films. Shirish, ഒരു മഹാരാഷ്ട്ര ബ്രാഹ്മൺ അല്ലേ? കോംപ്ലക്സ് ആയിട്ടുള്ളൊരു മിക്സാണ്. അറ്റ്ലീസ്റ്റ് നമ്മുടെ കുടുംബത്തിൽ ഒരു മിക്സ് മാരേജ് ഉള്ള എൻ്റെ പേരൻസിനെ മിക്സ്ഡ് ആണ്, ഹിന്ദു മുസ്ലിം കോമ്പിനേഷൻ ആണ്. പക്ഷെ അവരുടെ കുടുംബത്തിൽ ദാറ്റ് വാസ് എ ഫസ്റ്റ് ടൈം.
സോ ദാറ്റ് ഐ തിങ്ക് അവിടെ ഒരു ഏറ്റവും വലിയ ബെനിഫിറ്റ് ഉണ്ടായിരുന്നത് ഞാൻ നല്ലോണം മറാഠി സംസാരിക്കും. സോ ആ സ്ലിപ്പിൻ ഇൻ ടു ദ ഫാമിലീൻ്റെ ഒരു പ്രശ്നമേ വന്നില്ല. സോ ഐ തിങ്ക് ദാറ്റ് വാസ് എ ബിഗ് അഡ്വാൻറ്റേജ്. പിന്നെ ടോക്കിംഗ് അബൌട്ട് മൈ സെക്കൻഡ് ഇന്നിങ്സ് ഇൻ ദ ഫിലിം ഇൻഡസ്ട്രി, ഞങ്ങൾ അവിടെ ഞാൻ 18 കൊല്ലം പുറത്തുണ്ടായിരുന്നു, അമേരിക്കയിലും പിന്നെ അവസാനം ഞങ്ങൾ UK-യിലായിരുന്നു. ലണ്ടനിൽ നിന്നാണ് പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ച് ഇന്ത്യക്ക് വന്നത്. സോ ഞങ്ങൾ ഈ ഒരു ഇറ്റ്സ് എ ബിഗ് ഡിസിഷൻ ഇൻ ലൈഫ് ടു മേക്ക്. കാരണം പിള്ളേരും ചെറുതാണ്, അവരുടെ എഡ്യൂക്കേഷനും ആലോചിച്ച് നോക്കുമ്പം ഇറ്റ്സ് എ വെരി കംഫർട്ടബിൾ ലൈഫ് സ്റ്റൈൽ, എല്ലാം ചിട്ടിക്ക് നടക്കും. സോ അതൊക്കെ വിട്ടിട്ട് പിന്നെ നമ്മൾ ഇന്ത്യയിൽ വന്നിട്ട് മക്കൾക്ക് സെറ്റിൽ ആകാൻ ബുദ്ധിമുട്ട് കാണുമോ, നമുക്ക് ബുദ്ധിമുട്ട് കാണുമോ? നമ്മളൊക്കെ ആണെങ്കിൽ ബോംബെ ജനിച്ച് വളർന്ന. എന്നാലും അന്നേരം ശിരീഷിന് തോന്നി, സി യുനോ ഞാൻ ഒത്തിരി എൻ്റെ പീക്ക് ഓഫ് ദി കരിയറാണ് കല്യാണം കഴിച്ചിട്ട് ഞാൻ സെറ്റിലായി വിട്ടുപോയത്. അപ്പോൾ ശിരീഷിന് തോന്നി എന്തോ ഹീസ് പാർട്ട്ലി റെസ്പോൺസിബിൾ എന്നൊരു തോന്നലുണ്ടായിരുന്നു. പൂർണ്ണത കൈവരിക്കാൻ മൂപ്പർ സമ്മതിച്ചില്ല അങ്ങനെ ഒരു തോന്നൽ. പക്ഷേ ഇറ്റ് വാസ് സോൺലി മൈ ഡിസിഷൻ. എനിക്ക് സിനിമയിൽ വരുന്ന മുമ്പ് തന്നെ എനിക്ക് ശിരീഷിനെ പരിചയം ഉണ്ടായിരുന്നു. എനിക്ക് കുറച്ചു കാലം സിനിമ ചെയ്തിട്ട് പരിചയമുണ്ടെന്നാണ് പറഞ്ഞത്. I mean, we were seeing each other. അത് നിങ്ങൾ fill in the blank ചെയ്താൽ മതി നല്ല മലയാളത്തിൽ. സോ അത് കാരണം that was the priority. എനിക്ക് അന്നേരം കല്യാണം കഴിക്കണം. ഇവിടെയൊക്കെ ആണെങ്കിൽ നമ്മൾ ജനറൽ ആയിട്ട് പറയുന്നതാണ്, ഒരു ആളെ വെച്ച് ഭർത്താക്കന്മാർക്കൊന്നും ഭാര്യമാരങ്ങനെ അഭിനയ രംഗത്തേക്ക് വീണ്ടും പോകണമെന്ന് ഒരു താല്പര്യം ഉണ്ടാവില്ല. എന്ന കാലത്ത് ഒരു ഫാമിലിയുടെ ഒരു അതിൻ്റേതായ ഒരു പ്രൈവസിക്ക് ഒരു ഭംഗം പറ്റുന്ന രീതിയിൽ. പക്ഷേ നദിയുടെ കാര്യത്തിൽ അങ്ങനെ സംഭവിച്ചില്ല. ഇൻഫാക്ട് he prodded you to go, അല്ലേ? No, he encouraged. വേണമെങ്കിൽ വീട്ടിലിരുന്ന മൂപ്പർക്ക് ശല്യം കൂടുതലായതുകൊണ്ടായിരിക്കും ഇവിടെ പറഞ്ഞു വിട്ടത്. ആയിരിക്കും ഞാൻ പോയി ചോദിക്കാൻ അതിനുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷേ സോ ഐ തിങ്ക് ദാറ്റ് വാസ് ദ മെയിൻ റീസൺ. പക്ഷെ ഞാൻ അന്നേരം ഞാനും ശിരീഷും ഡിസ്കസ് ചെയ്യുമ്പം വി സെഡ് മെയിൻ ഇസ് പുള്ളിക്കാരൻ്റെ കരിയർ എങ്ങനെയാണ് പോകുന്നത്, വാട്ട് ഈസ് ഹീ ലുക്കിംഗ് ഇൻ ടു ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ പിന്നെ കുറച്ച് പടങ്ങൾ ചെയ്താൽ ഇറ്റ്സ് ജസ്റ്റ് എ ബോണസ് ടു അവർ ലൈഫ്, ബട്ട് ഇറ്റ് ഇസ് നോട്ട് എ പ്രയോറിറ്റി. മൂപ്പരായിരുന്നു ഒരു പ്രധാന കേന്ദ്രം. അതിൽ ഒന്ന് സാറ്റലൈറ്റ് ആയിട്ട് നദിയെ ഒന്ന് കറങ്ങുന്നു. മെയിൻലി അദ്ദേഹത്തിന്റെ കരിയർ, പ്രൊഫഷൻ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഈസ് ദ ബ്രെഡ് ആൻഡ് ബട്ടർ. ഇതൊരു ഹോബി, ഇതെന്റെ ഒരു ഹോബി, ഒരു പാസ് ടൈം. എനിക്ക് ഇഷ്ടമുള്ള സംഗതി ഞാൻ ചെയ്യുന്നത്. സി ഫോർ മീ I enjoy my work. ഒരു പോക്കറ്റ് മണി. അതെ. പക്ഷെ മൂപ്പർ ധാരാളമായിട്ട് പൈസ തരാറുണ്ടല്ലോ, കുഴപ്പമൊന്നുമില്ല. ഇല്ല, പൈസ ഇഷ്ടംപടി ഉണ്ടല്ലോ. പൈസ ഇസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. എനിക്ക് പൈസ അത്രയും ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ഞാൻ അത്രയും നേരത്തെ കല്യാണം കഴിച്ച് ഞാൻ സെറ്റിൽ ആവില്ലായിരുന്നു. സോ ഐ തിങ്ക് ഇഫ് മണി വാസ് പോയിന്റ് ടു ബി നോട്ടഡ്. സോ മണി ഇസ് നോട്ട്, ഐ മീൻ മണി ഇസ് ഇമ്പോർട്ടൻറ്റ്. പൈസ ആവശ്യമാണ്, പക്ഷേ പൈസ മാത്രമല്ല, ഇറ്റ്സ് നോട്ട് എവറിഥിങ്. ആൻഡ് പിന്നെ ഞങ്ങളുടെ ഫാമിലി സെറ്റപ്പും ശിരീഷിൻ്റെ ഫാമിലി ആണെങ്കിലും ശരി, ഞങ്ങളുടെ ഫാമിലി ആണെങ്കിലും ശരി, ഞങ്ങളൊക്കെ സെയിം വാല്യൂ ഉള്ള ആൾക്കാരാണ്. സോ ഐ തിങ്ക് ഇറ്റ് മേക്സ് ഇറ്റ് വെരി ഈസി. ശിരീഷും നിങ്ങളൊക്കെ അയൽവക്കത്ത് താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? നിങ്ങൾ സ്പോർട്സുമായി ബന്ധപ്പെട്ടാണോ കയറി മുട്ടിയത്? ഇല്ല, ശിരീഷ് ഒത്തിരി ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. സോ ആൻഡ് ശിരീഷിൻ്റെ കസിൻ എൻ്റെ ബിൽഡിങ്ങിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഞാൻ ശിരീഷിനെ പരിചയപ്പെട്ടത്. എത്രാം വയസ്സിലാണ് പരിചയപ്പെട്ടത്? 17 വയസ്സിലാണ്. അതിനാണല്ലോ മധുര 17 എന്ന് മലയാളികൾ പറയുന്നത്. 16 അല്ലേ? ഇല്ല, മധുര 17. അല്ല, നദിയുടെ കാര്യത്തിൽ അത് 16 തുടങ്ങിയിട്ടുണ്ടാവും. ഇവിടെയൊക്കെ ഞങ്ങൾക്ക് 17 എന്നാ പറയാം. ബോംബെയിൽ 16 ആയിരിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾ തമ്മിൽ അപ്പോൾ എവിടെയോ ഒരു വൈബുണ്ട് അല്ലേ? വൈബ് ഉണ്ടായിരുന്നു. ഇറ്റ് ഇസ് വെരി ഫണി. കാരണം ആ 17 വയസ്സ് ഇപ്പം നാളെ എൻ്റെ മോള് വന്ന് പറഞ്ഞാൽ ഷീ ഈസ് interested in one particular boy and she wants to get married to him. ഇന്നത്തെ കാലത്ത് ഞാനത് ചിന്തിക്കുമ്പോൾ ഞാൻ ഓർക്കും, ഇത്രയും ഏർലി എങ്ങനെയാണ് ഡിസിഷൻ എടുക്കാൻ പറ്റുക? പക്ഷെ ഞാൻ ആ ഡിസിഷൻ ആ സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. സോ ഐ ഫൈൻഡ് ഇറ്റ് വെരി സ്ട്രേഞ്ച്. ഇന്നത്തെ കാലം വേറെയാണ്. സോ യു തിങ്ക് എ ലിറ്റിൽ ഡിഫറെൻ്റ്ലി. നദിയ, അതായത് ഞാൻ നദിയുടെ ഒരു എന്താ പറയുക, ഒരു ജീവിതരേഖയിലൂടെ ഇങ്ങനെ വെറുതെ കണ്ണോടിച്ച് നോക്കിയപ്പോൾ, പിന്നെ നദിയുടെ ചില സുഹൃത്തുക്കളൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ, നദിക്ക് സാധാരണ സിനിമയിലേക്ക് വരുന്ന ആൾക്ക് സിനിമയുടെ ആ ഒരു ഗ്ലാമർ, ഗ്ലിറ്റർ, അതിൻ്റെ ഒരു വലിയ സാധ്യതകൾ, ദ മണി പാർട്ട്, ദ ഫെയിം, ഇതൊക്കെ കൂടി വരുമ്പോഴേക്കും പലപ്പോഴും പിന്നോട്ടുള്ള നോട്ടം വേണമെങ്കിൽ ഒന്ന് ഡിസ്ട്രാക്റ്റഡ് ആവും. അതിനകത്ത് തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷേ നദിയുടെ മനസ്സിൽ ബാക്ക് ഓഫ് യുവർ മൈൻഡ് എപ്പോഴും ഈ ശിരീഷ് കിടന്നിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മൂപ്പർ പഠിക്കാൻ വേണ്ടി റോമിലേക്ക് പോകുന്നു, ജോലി കിട്ടിപ്പോകുന്നു. പക്ഷേ അദ്ദേഹത്തെ വിട്ടൊരു കളിക്ക് ഞാനില്ല എന്ന്
ഡേ 1 മുതൽ നദിയെ തീരുമാനിച്ചിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു എപ്പോഴും ഈ സിനിമ ഒരു ഇൻസെക്യൂരിറ്റി ഫാക്ടർ തന്നിരുന്നു. അതായത് ഒരു പക്ഷേ ശിരീഷ് വിട്ടുപോകുമോ ഇല്ല 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 അത്രയും ഒന്നും ചിന്തിക്കാനുള്ള എനിക്ക് തോന്നുന്നു ആ കപ്പാസിറ്റി അന്നില്ലായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട് വി വർ വെരി റെഗുലർ വിത്ത് ആർ ലെറ്റർ റൈറ്റിംഗ്. അന്നത്തെ കാലത്ത് നമുക്ക് ഫോണൊന്നും ഇല്ല. ഫോൺ ഇൻ ദ സെൻസ് കോൾ ബുക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ബുക്ക് ചെയ്യണം. പറഞ്ഞാൽ ഇന്ന് രാത്രി ബുക്ക് ചെയ്താൽ ശിരീഷ് അമേരിക്കയിലായിരുന്നു പഠിക്കുമ്പം. ഇന്ന് രാത്രി നമ്മൾ കോൾ ബുക്ക് ചെയ്താൽ അടുത്ത ദിവസം കാലത്തെ ആ കോൾ കിട്ടത്തുള്ളൂ. പിന്നെ അത് മാത്രം ഞങ്ങൾ എഴുതുമായിരുന്നു. സോ ഞാൻ പറയുമായിരുന്നു ഓക്കെ ഞാനിപ്പോൾ ഒരു 15 ദിവസം കൊണ്ട് ഞാൻ ഈ ഷെഡ്യൂളിൽ ഞാൻ ഊട്ടി കാണും. സോ ഊട്ടിയിൽ അഡ്രസ്സ് ഞാൻ കൊടുത്തു വെക്കും. ശിരീഷ് ഊട്ടിയിലേക്ക് ഒരു എഴുത്തയക്കുമായിരുന്നു. ദ ഓൺലി പേഴ്സൺ ഐ തിങ്ക് ഹു സസ്പെക്റ്റഡ് ഇങ്ങനെ എഴുത്ത് വരുമ്പം വാസ് റോസി ആൻറ്റി, ഫാസിൽ അങ്കിളുടെ വൈഫ്. അവരുടെ വീട്ടിൽ ഒരു എഴുത്ത് വന്നപ്പം നോക്കത്ത ദൂരം ചെയ്തുകൊണ്ടിരിക്കുമ്പം തോന്നി ആരുടെ എഴുത്താ നദിയ, ഐ മീൻ സരീന എന്നാണ് വിളിക്കുക, ആരുടെ എഴുത്താ സരി? അപ്പോൾ ഞാൻ പറഞ്ഞ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ എഴുത്താണ്. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് അന്നേരം ഇച്ചിരി സംശയം, ഇത് ആരാ ഇങ്ങനെ ഒരു അവിടെ നിന്നൊക്കെ ഇങ്ങനെ എഴുത്തയക്കുന്ന ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ അന്നേരം റോസി ആൻറ്റിക്കൊന്നും അറിയില്ലായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് അവരറിഞ്ഞു. ഞാനിപ്പോൾ ഒരു രഹസ്യം ചോദിക്കട്ടെ, വേറെ ആരും കേൾക്കണ്ട. സിനിമയിലിങ്ങനെ വലിയൊരു സ്റ്റാറായിട്ട് നദിയ ഉരുത്തിരിയുന്നു. മൂപ്പറാണ് വളരെ ദൂരെ. ശിരീഷ് വേണമെങ്കിൽ തോന്നിയോ ഈ പെണ്ണിന് വല്ലോ സിനിമയുടെ ഗ്ലാമറിൽ പെട്ടു പോകും എന്ന് ചിന്തിച്ചിരുന്നു? ഒരാശങ്ക ഉണ്ടാവും. ഇറ്റ്സ് എ വെരി വാലിഡ് ക്വസ്റ്റ്യൻ. ഇറ്റ്സ് എ വെരി വാലിഡ് ക്വസ്റ്റ്യൻ. ആദ്യത്തെ കൊല്ലം, പിന്നെ ഇത് മാത്രമല്ല ഞങ്ങളിപ്പം കൊല്ലത്തെ ഒരിക്കലേ കാണുന്നുള്ളതാണ്. അതെ. സോ പക്ഷേ എനിക്ക് തോന്നുന്നു ബ്രിട്ടാസ് ആ കാലത്ത് നമ്മളൊരു ഷെൽട്ടേർഡ് ഫാമിലിയിൽ നിന്ന് വരുമ്പം നമുക്ക് പുറത്തെ ജീവിതത്തിനെ കുറിച്ചൊന്നും അറിയില്ല. നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് അങ്ങനെ ഒത്തിരി ആൾക്കാരില്ലായിരുന്നു. എൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു, ഞങ്ങൾ വളരെ സപ്പോർട്ടീവ് ഓഫ് ഈച്ച് അതർ. സോ എനിക്കങ്ങനെ ഔട്ട്സൈഡ് ബാഡ് ഇൻഫ്ലുവൻസ് വരാനായിട്ട് ചാൻസസ് ഇച്ചിരി കുറവായിരുന്നു. നമ്പർ 1 ബിക്കോസ് മൈ ഫാദർ വാസ് വെരി വെരി പ്രൊട്ടക്റ്റീവ്. ആദ്യമായിട്ട് ഞാൻ ശിരീഷിനെ കാണുന്ന ഒരു കൊല്ലത്തിന് ശേഷമായിരുന്നു ഹോളിഡേയ്സ്, ശിരീഷിന് സമ്മർ ഹോളിഡേയ്സ് വന്നപ്പം. സോ ശിരീഷ് ആക്ച്വലി വാസ് ബീങ് വെരി പ്രാക്ടിക്കൽ അബൌട്ട് ഇറ്റ്. ശിരീഷ് എൻ്റെ അടുത്ത് ഇരുന്ന് ചോദിച്ച് സോ ഡു യു തിങ്ക് വി ക്യാൻ കണ്ടിന്യൂ ദിസ് റിലേഷൻഷിപ്പ്? കാരണം നൗ യു ആർ എ ബിഗ് ആക്ടർ, യു ആർ ബിഗ് സ്റ്റാർ, വിൽ യു ബി ഏബിൾ ടു അഡ്ജസ്റ്റ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ? എനിക്ക് ആ ക്വസ്റ്റ്യൻ വാസ് ലൈക്ക് ഹൗ ഡെയർ യു ആസ്ക് മീ ലൈക്ക് ദാറ്റ്. പറഞ്ഞോ? ചീത്ത പറഞ്ഞോ? ഇല്ല, ചീത്ത പറഞ്ഞില്ല. ഞാൻ ചീത്ത പറയൂല. സോ ഐ സെഡ് ഹൗ ഡെയർ പക്ഷേ ഇല്ല, പക്ഷേ ചീത്തല്ലല്ലോ, ഒരു എഫർമേറ്റീവ് വേ ഓഫ് ആൻസറിങ് അല്ലേ. ഞാൻ പറഞ്ഞു ഹൗ ഡെയർ യു ആസ്ക് മീ സംതിങ് ലൈക്ക് ദാറ്റ് ബിക്കോസ് ഞാൻ എൻ്റെ മനസ്സിൽ ഓൾറെഡി ഡിസൈഡ് ചെയ്തായിരുന്നു that if I get married I'm getting married. അത് ശിരീഷിന്റെ ഭാഗത്ത് ഏത് ചെറുപ്പക്കാരനാണെങ്കിലും മനസ്സിൽ തോന്നേണ്ട അല്ലെങ്കിൽ ചോദിക്കേണ്ട ഒരു കാര്യമാണ്. Absolutely. ഒരു തെറ്റും പറയാൻ പറ്റില്ല. Absolutely. തിരിച്ച് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. മൂപ്പർ പഠിക്കാൻ വേണ്ടി റോമിലേക്ക് പോകുന്നു. അതെ. പഴയ മുംബൈ വിദ്യാർത്ഥിയല്ല. അതെ. റോമിൽ ചെന്ന ശേഷം പിന്നെ അമേരിക്കയിൽ പോകുന്നു. അതെ. ഒരുപാട് സ്വാധീനങ്ങൾക്ക് വേണമെങ്കിൽ വിധേയമാകാം. അതെ. ഈ സെറീനയ്ക്കൊരു ആശങ്കയുണ്ടായിരുന്നു, വെല്ലം മദാമയുടെ പുറകെ മൂപ്പർ പോകുമോ? ഇല്ല, ആക്ച്വലി ശിരീഷിൻ്റെ പേരൻസിന് ആശ്വാസം വെൻ ഹി ഗോട്ട് മാരീഡ് ടു മീ. അവരോർത്ത് ഓ നന്നായി, അറ്റ്ലീസ്റ്റ് നമ്മുടെ ഇന്ത്യനെ ആണല്ലോ കല്യാണം കഴിച്ചത്. പക്ഷേ ഇന്നത്തെ കാലത്ത് അതും ഒരു വലിയ കാര്യമല്ലേ ഇഫ് യു ഗെറ്റ് മാരീഡ് ടു നോൺ ഇന്ത്യൻ. പക്ഷെ എനിക്ക് അന്നേരം ആ കാലത്ത് ആ ട്രസ്റ്റ് ഫാക്ടർ വാസ് വെരി സ്ട്രോങ്. അപ്പം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഐ വുഡ് ഹാവ് ബീൻ ഹേർട്ട് ബിക്കോസ് എൻ്റെ മനസ്സിൽ ഞാൻ കംപ്ലീറ്റ്ലി സെറ്റ് ആയി. ഈ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് രാത്രി മുറി വന്നു കഴിയുമ്പോൾ അപ്പോഴേക്കും അവിടെ നേരം വെളുത്ത് മൂപ്പർ ജോലിക്ക് പോകുമായിരിക്കും അല്ലേ? അങ്ങനെയല്ലേ വരിക? അതെ. അപ്പം എന്തായിരിക്കും മൂപ്പർ ചെയ്യണേ? ഇല്ല ഇല്ല, ശരിക്കും ഒട്ടുമില്ല, ഒട്ടുമില്ല. ഓ, ഇത് ഭയങ്കര ട്രസ്റ്റ് ആയിരുന്നു. ഈ കത്തെഴുത്തിൽ നല്ല പ്രാവീണ്യം നേടി അല്ലേ? എന്തൊക്കെ തുടങ്ങുന്നത് എങ്ങനെയായിരുന്നു? ആ കത്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടോ? ഇല്ല, ആക്ച്വലി ഇല്ല. എന്തൊരു ആർക്കൈവ് വാല്യൂസ് ഉണ്ടായിരുന്നു. ഇല്ല, അൺഫോർച്ചുനേറ്റ്ലി എന്ത് പറ്റി, ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ പേരൻസിൻ്റെ വീട്ടിൽ ടെർമൈറ്റിൻ്റെ പ്രോബ്ലം അടിക്കുന്നു വന്നിരുന്നു. അതിൽ ഞങ്ങളുടെ കത്തുകളെല്ലാം ഡിസ്ട്രോയ് ആയിപ്പോയി. വൈറ്റ് ആൻസർ, ഒരു ദേശീയ നഷ്ടം. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം ആ കത്തുകൾ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എൻ്റെ മക്കളുടെ അടുത്ത് വായിച്ചു. ഏതെങ്കിലും കത്തുകൾ അവശേഷിക്കുന്നുണ്ടാവില്ല എവിടെയെങ്കിലും? ഇല്ല. എന്താ കാരണം വെച്ചാൽ 4 വർഷക്കാലം ഒരു ശരാശരി ഒരു ആഴ്ച വെച്ചിട്ട് കത്തെഴുതില്ലേ? എഴുതും, ഒരാഴ്ച വെച്ച്. കാരണം അത് എത്താൻ തന്നെ ഒരാഴ്ചയെങ്കിലും എടുക്കുമായിരുന്നു. അതെ. അപ്പോൾ 52x4 ഒരു 250 കത്തുകളെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോട്ടെ. അയ്യോ, എൻ്റെ മാത്ത് അത്ര നല്ലതല്ല. മോശമല്ലെങ്കിലും ഞാൻ പറയാണ്, അത്ര നല്ലതല്ലെങ്കിലും ഒരു 200 കത്തുകൾ പോയിട്ടുണ്ടാവും. 200 × 200 400 കത്തുകളാണ്. ഇല്ല, അത് ഇച്ചിരി കൂടുതലാണ്. അത്ര ഞാൻ എഴുതി കാണത്തില്ല.
മൂപ്പർക്ക് അല്പം പിശകരായിരുന്നു. സമയത്തിൻ്റെ പ്രശ്നം. ഞാനിപ്പോൾ എഴുത്തെഴുതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു നമ്മുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് രാത്രി അന്നത്തെ കാലത്ത് എഴുത്തെഴുതെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് മോർ ലൈക്ക് എ ഡയറി. ഇന്നിത് ചെയ്ത് ഈ ഡയലോഗ് ഞാൻ കഷ്ടപ്പെട്ട് പറഞ്ഞ് കംപ്ലീറ്റ് ഫീഡ്ബാക്ക് ഒരു ഡയറി പോലെയായിരുന്നു. സോ ഈ പിന്നെ ഈ നദിയ ഒരു ക്രിയേറ്റിവിറ്റി ഉള്ള ഒരു പെൺകുട്ടിയായിരുന്നല്ലോ സ്വാഭാവികമായിട്ടും. സിനിമയിലും വന്നു. അപ്പം കുറച്ചുകൂടി വിസ്തൃതമായ ക്രിയേറ്റീവ് വേൾഡിലേക്കാണ് നദിയ വരുന്നത്. അപ്പോൾ ഈ ക്രിയേറ്റിവിറ്റി വന്നു കഴിയുമ്പോഴേക്കിനുള്ള ഗുണമെന്ന് വെച്ചാൽ അത് ഈ കത്തിലും സംസാരത്തിലൊക്കെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ഒരു കത്ത് നിന്ന് വീണ്ടും ഒരു ഇംപ്രവൈസേഷൻ അടുത്ത കത്തിനുണ്ടാവും അല്ലേ? ഉണ്ടാവുമോ? ഉണ്ടാവും. സിറ്റുവേഷൻസ് ആർ ഡിഫറെന്റ്. ഓക്കെ. പക്ഷേ there will be times it's not എപ്പോഴും നമ്മളൊരു എഴുതുമ്പോൾ it's not always റോസി അല്ലേ? ചിലപ്പോൾ ചില കാര്യത്തിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുള്ള ഇവിടുത്തെ ഹാർഡ്ഷിപ്സ് അങ്ങനത്തെ. പിന്നെ യുനോ ശിരീഷിൻ്റെ because Shirish used to work when he was studying also. So late nights ഉണ്ടായിരുന്നു. So he used to talk about the hardship then. സോ അങ്ങനെയൊക്കെ പേഴ്സണൽ കാര്യങ്ങൾ. അങ്ങനെ പിന്നെ വേറെ എഴുതാനായിട്ട് പക്ഷെ കത്തുകളിൽ എപ്പോഴും ഒരു സിഗ്നേച്ചർ ഉണ്ടാവും. സിഗ്നേച്ചർ ഇടുന്ന ഒപ്പിടുന്നതല്ലേ ഞാൻ പറയണേ. ഒരു സ്റ്റൈൽ ഉണ്ടാവില്ലേ? എന്തായിരുന്നു നാദിയയുടെ ഒരു സിഗ്നേച്ചർ വാല്യൂ? ഞങ്ങൾ അന്നേ വി യൂസ്ഡ് ടു കോൾ ഈച്ച് അതർ ഷോനു. സോ ഷോനു ഇസ് ദ നിക് നെയിം. പക്ഷെ ശിരീഷ് ഇപ്പൊ എല്ലാവരെയും ഷോനു എന്നാണ് വിളിക്കുന്നത്. സോ ശിരീഷ് ഷോനു എന്ന് വിളിച്ചാൽ മക്കളും വരും, ഞാനും വരും, എല്ലാവരും വരും. സോ ഐ സെഡ് നോ യു ഹാവ് ടു സെപ്പറേറ്റ് ഡിസ്റ്റിങ്ക്റ്റ് ഐഡന്റിറ്റി. അതെ. സോ അങ്ങനെ വി യൂസ്ഡ് ടു ഹാവ്. പിന്നെ ഒരു മൂഡ് അനുസരിച്ച് എന്തായാലും ആ കത്തുകളെല്ലാം ഒരു തീയിൽ അഗ്നിക്കിരയായി പോയി മുഴുവൻ. ഒന്നും അവശേഷിക്കുന്നില്ല. ഇല്ല. വളരെ മോശം. ഈ കത്തുകൾ വായിക്കാൻ വേണ്ടി പ്രിവിലേജ് ഉണ്ടായിരുന്ന ആൾക്കാർ. പക്ഷെ എനിക്കൊരു പേഴ്സണൽ ഡയറി ഉണ്ട്. ആ പേഴ്സണൽ ഡയറിയിൽ ഞാൻ ആദ്യം ശിരീഷിനെ പരിചയപ്പെട്ട കാലവും പിന്നെ എനിക്ക് തോന്നിയത് എൻ്റെ ഫീലിങ്സും അതെല്ലാം ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ ബുക്ക് ഇപ്പോഴും എൻ്റെ അടുത്തുണ്ട്. പക്ഷെ അറിയാതെ എനിക്ക് തോന്നുന്നു അന്ന് മക്കളുടെ കയ്യിൽ എന്തോ വന്നപ്പം അതിനകത്ത് എന്തോ മാത്ത് പ്രോബ്ലം ഒക്കെ കുറിച്ച് വെച്ച പോലെ ഞാൻ പറഞ്ഞു ഇതാ എൻ്റെ ഈ ഡയറി എടുത്തിട്ട് മാത്ത് പ്രോബ്ലം. അവരെന്തോ അന്നേരം ആ സമയത്ത് നോട്ട്ബുക്ക് ഒന്നും കിട്ടിയില്ല. അപ്പോൾ കിട്ടിയത് എൻ്റെ ഈ ഡയറി ആയിരിക്കും. അപ്പോൾ അതിലെ ലാസ്റ്റ് ഫ്യൂ പേജസ് എം ടി ആയിട്ട് തോന്നിയപ്പം അവരെന്തെങ്കിലുമൊക്കെ കുറിച്ച് ഞാൻ പറഞ്ഞു ഈ ഡയറിയിൽ ആരും കൈത്തൊട്ട് പോയിരുന്നു. അവർക്കപ്പോൾ ക്യൂരിയോസിറ്റി പറഞ്ഞിട്ടുണ്ടാവും. ഇല്ല, they didn't bother. അവർ വിചാരിക്കും എന്ത് ബോറാണ് എഴുതിയിരിക്കുന്നത്. എക്സാക്ട്ലി. ബ്രിട്ടാസ് പറഞ്ഞാൽ ശരി. ഞങ്ങൾ അന്ന് തന്നെ പറയുമ്പോൾ ഞങ്ങളിപ്പം ശിരീഷിനും എൻ്റെയും 25 years ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങൾ മാരേജിൻ്റെ. അപ്പം മക്കളടുത്ത് പറഞ്ഞപ്പോൾ മക്കൾ ഹൗ ബോറിങ് മമ്മ 25 years. അപ്പോൾ അവർക്കത് ചിലപ്പോൾ ബോറിംഗ് ആയിട്ട് തോന്നുമായിരിക്കും. എന്തായാലും ഒരു മിശ്ര വിവാഹത്തിൻ്റെ സൃഷ്ടിയാണ് നദിയ. അതുകൊണ്ട് തന്നെ വേറൊരു ജാതി മതം എന്നുള്ളൊരു ഇഷ്യൂ ആയിരുന്നില്ല. പിന്നെ ഒരു കോസ്മോപൊളിറ്റൻ സിറ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അവരുടെ ഫാമിലിയും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവില്ല. ഇല്ല. ഒരു സ്മൂത്ത് ലാൻഡിംഗ് ആയിരുന്നു. അതെ, വെരി മച്ച്. ഞാൻ പറഞ്ഞ പോലെ അവരോർത്ത് ശരി ഒരു ഇന്ത്യനെ തന്നെ കെട്ടിയല്ലോ. മറാഠിയും സംസാരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ബ്രൗണി പോയിന്റ്സ് കിട്ടി. അവർ നല്ല രീതി അമ്മായിമ്മ പോലും ഒന്നും ഉണ്ടായില്ല. അവരെയൊക്കെ കയ്യിലെടുത്തു. ഇല്ല, ശിരീഷിന്റെ ഗ്രാൻഡ് മദർ ഉണ്ട്. പറഞ്ഞ എൻ്റെ അമ്മായിമ്മയുടെ അമ്മ, ശിരീഷിന്റെ വല്യമ്മച്ചയും ഞങ്ങൾ വളരെ ക്ലോസ് ആണ്. ആൻഡ് ഇറ്റ്സ് അമേസിങ്. ഇപ്പോഴും എൻ്റെ അമ്മായിയമ്മ ഇൻ ലോ ഇപ്പോഴും എനിക്കറിയില്ല മലയാളത്തിന് അതിനെന്തുവാ പറയുന്നത്, ആ ബന്ധത്തിന് എന്തുവാ പറയുന്നത്? അമ്മായിമ്മയ്ക്കോ? അല്ല, ഗ്രാൻഡ് മദർ ഇൻ ലോ. അങ്ങനെ ഇല്ല. സോ എനിവേ, സോ മുത്തശ്ശൻ തന്നെ പറയുന്നത്. ഞങ്ങളും ആജി എന്നാണ് വിളിക്കുന്നത്. മറാഠിയിൽ ഗ്രാൻഡ് മദറിന് ആജി എന്നാണ് വിളിക്കുന്നത്. ഞങ്ങൾ ആജി എന്ന് വിളിക്കും. മക്കൾ വിളിക്കുന്ന പഞ്ചി, ബിക്കോസ് ഷീ ഈസ് എ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ. സോ ഇപ്പോഴും ഞാൻ വല്ലതും പടങ്ങൾ ചെയ്യുകയാണെങ്കിലും ആജി എൻ്റെ അടുത്ത് പറയും, ഓക്കെ നീ ഇപ്പോൾ ചെയ്യുന്ന പുതിയ പടത്തിൻ്റെ സ്റ്റോറി ഒന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ്. സോ ഷീ സ്റ്റിൽ വെരി ക്യൂരിയസ്. ഇപ്പോൾ ബോംബെ വന്ന് ഞങ്ങൾ ഒരിക്കൽ വന്ന് വിസിറ്റ് ചെയ്തിരുന്നു. ഷീ ഈസ് എ ലിറ്റിൽ വീൽ ചെയർ ബൗണ്ട്. അതുകൊണ്ട് ഒത്തിരി ട്രാവൽ ചെയ്യാൻ പറ്റില്ല. ബട്ട് ഷീ ഡിഡ് കം ഓവർ. എന്നിട്ട് മക്കളുടെ കമ്പ്യൂട്ടർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ഷീ ഈസ് എ വെരി ക്യൂരിയസ് പേഴ്സൺ. ഇപ്പോഴും ഐ മീൻ ഷീ ഈസ് വെരി ആക്റ്റീവ് ഇൻ ഓൾ യുനോ സെൻസസ് ആർ സ്ട്രോങ്. ഒരുപക്ഷെ മാജിയായിരിക്കും അവിടുത്തെ ഒരു ഷോക്ക് അബ്സോർവറായിട്ട് ആദ്യം പ്രവർത്തിച്ചത്. അഥവാ എന്തെങ്കിലും ഒരു ചെറിയൊരു ചിസിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ her influence. But you know, I think they are very broad minded in a way. So അവർക്ക് തോന്നി, കാരണം മഹാരാഷ്ട്രൻസിൽ കല്യാണം കഴിച്ച് കഴിയുമ്പം അവർ ചിലപ്പം പെണ്ണിൻ്റെ പേര് മാറ്റും. സോ ഇപ്പം സരീന എന്ന് പറഞ്ഞ ഇത്ര ഒരു സ്ട്രോങ് മുസ്ലിം പേരാവുമ്പം അതും ഒരു ബ്രാഹ്മിൻ ഫാമിലിക്ക് പറയുമ്പം ഇറ്റ്സ് ലൈക്ക് ഷോക്കിംഗ്. പക്ഷെ വൺ ഗ്രേറ്റ് തിങ് ഇസ് ശിരീഷിൻ്റെ ഫാദർ അന്നേരം തന്നെ പറയായിരുന്നു, ഇപ്പം അവരൊരു ഫാമിലി ആയിട്ട് ഇതിനൊത്തിരി ഒബ്ജെക്ഷൻ എടുക്കുവാണെങ്കിൽ ചുറ്റിലുള്ള എല്ലാവരും റിലേറ്റീവ്സ് ചിലപ്പം ഒത്തിരി ഒബ്ജെക്ഷൻ എടുത്ത് കാണും.
പറഞ്ഞാൽ ഫോർ ചൂട് പിടിപ്പിക്കാനായിട്ട് അത് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, മുസ്ലിമാണ്, ആക്ട്രസ് ആണ്, അതെ. സോ എല്ലാം കൂടി. പക്ഷെ ഐ തിങ്ക് ബിക്കോസ് ദേ വർ ഓപ്പൺ അബൌട്ട് ഇറ്റ്, പിന്നെ വേറെ ഇഷ്യൂ ഉണ്ടായില്ല. അവരാരാന്ന് നമുക്ക് നോക്കാം. When we met Zarina first, we met her as a friend of our daughter and our neighbor, and we liked her. But later on we realized that Shirish, our son, is interested in her, and our confidence grew in her, and we liked her much more and felt that she will definitely fit in our family. But the question was how she liked us, how she felt about us. That has never been answered so far. No, but I think when I heard this news, I was very much actually thinking that she is acting and again she is doing, means she has to stay in America, so how she will manage and how she will keep her family, that's why. But she is an excellent mother and she has kept family and film life both together very nicely. And actually I have a question to ask Zarina. That Zarina, how you maintain yourself? Means I think this question everybody will like to hear. That what you do to maintain this? Because I know that she is not in heavy dieting and she is not in any extreme things. But I don't know how she manages. So please tell us this secret. So how you maintain yourself? എന്തായാലും അമ്മായിയമ്മയ്ക്കും അമ്മായിയച്ഛനും നല്ല സ്നേഹമാണ്. അവരെ ഫ്ലാറ്റാക്കി കിടത്തിയിരിക്കുക. അങ്ങനെ പ്രത്യേകമായിട്ടൊന്നും ഇല്ല. പക്ഷെ ഐ തിങ്ക് ഇറ്റ്സ് ഓൾവേസ് എ ഗിവ് ആൻഡ് ടേക്ക്. സോ അവരുടെ കാര്യത്തിൽ ഞാൻ പറയുന്ന പോലെ നമ്മൾ എത്ര ആരായിട്ട് നല്ലോണം പെരുമാറിയാലും അതുപോലത്തെ റെസിപ്രോക്കേഷൻ കിട്ടുന്ന ഒരു വലിയ കാര്യമാണ്. ചിലപ്പോൾ ഇറ്റ്സ് ഓൾവേസ് വൺ സൈഡഡ്. സോ ഐ തിങ്ക് വിത്ത് അസ് ഇറ്റ് വാസ് ലോട്ട് ഓഫ് ഗിവ് ആൻഡ് ടേക്ക്. ആൻഡ് പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി അവർ നമുക്ക് നമ്മുടെ സ്പേസ് തരും, എല്ലാത്തിലും ഇടപെടുക, അല്ലെ പിന്നെ അവരുടെ എല്ലാത്തിലും ഒപ്പീനിയൻ കൊടുക്കുക. പക്ഷെ അവരുടെ അഡ്വൈസ് ഞങ്ങൾ ഇപ്പോഴും എടുക്കും. എൻ്റെ പേരൻസിനാണെങ്കിലും ശരി, എൻ്റെ ഇൻലോസിനാണെങ്കിലും ശരി, നമുക്കൊരു മേജർ ഡിസിഷൻ വല്ലതും ലൈഫിൽ എടുക്കണമെങ്കിൽ എൻ്റെ ഹസ്ബൻഡും ഞാനും വി ഓൾവേസ് റൺ ഇറ്റ് ബൈ മൈ ഇൻലോസ് ആൻഡ് മൈ പേരൻസ്. സോ അവരൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഞങ്ങളുടെ ലൈഫിൽ. ടോക്കിംഗ് അബൌട്ട് ഡാഡീസ് ക്വസ്റ്റ്യൻ, ഞങ്ങൾ ഡാഡി എന്നാണ് വിളിക്കുന്നത്, ഡാഡി മായി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അബൌട്ട് ഹൗ ഐ ഹാവ് അക്സെപ്റ്റഡ് ദ ഫാമിലി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐ തിങ്ക് ഞങ്ങളുടെ ഫാമിലി വാല്യൂസ് സെയിമാണ്. വി ഹാവ് എ വെരി മിഡിൽ ക്ലാസ് അപ്ബ്രിങ്ങിങ്. സോ they've also been, Shirish's dad has also been he's been a working parent, been, like the service oriented industry. Our Romilarni, he used to work for Food and Agricultural Organization. So my parents are working parents. Appo nammal I think ഞങ്ങൾ കൈൻഡ് ഉള്ള ഒരു മിഡിൽ ക്ലാസ് സെറ്റപ്പ് പറഞ്ഞ പോലെ അവർ മറ്റ് വെർട്ടിക്കൽസ് ഒന്നും ഒരു ഡിഫറൻസ് ഉണ്ടാവില്ല. രണ്ടുപേരുടെയും ഗ്രൂമിംഗ് ഒന്നാണ്, നമ്മുടെ ടേസ്റ്റ് ഒന്നാണ്. സോ അവർ ലോകം കണ്ട ആൾക്കാരാണ്. യെറ്റ് ദേ ആർ നോട്ട് വെരി നാരോ മൈൻഡ്. ഇവർ മാത്രമല്ല, ആക്ച്വലി ഇവരുടെ ഫാമിലി, അവർ കുറേ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഉണ്ട്. എസ്പെഷ്യലി മൈ ഫാദർ ഇൻ ലോ സൈഡ്. അവരെനിക്ക് തോന്നുന്നു ഒരു 7-8 പേരുണ്ട് സിബ്ലിങ്സ് ആയിട്ട്. പക്ഷെ ഞങ്ങളെല്ലാവരും, അവർ കൂടുതലും നാഗ്പൂരിലാണ്, പക്ഷെ ഞങ്ങളെല്ലാവരും കൂടുമ്പം വി ഹാവ് എ വെരി നൈസ് ടൈം. അവർക്ക് എല്ലാവർക്കും വർത്തമാനം പറയാൻ ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ അവരോർത്ത് ശരി, ഇപ്പോൾ സരീന ചിലപ്പോൾ അത്ര വർത്തമാനം പറയില്ലായിരിക്കും, കേൾക്കുന്ന പാർട്ടി ആയിരിക്കും. പിന്നെ അവരറിഞ്ഞ് നീ നല്ലോണം ഗോഡ്ബോളി ഫാമിലിയിൽ അങ്ങ് സെറ്റപ്പ് ആയിട്ടുണ്ട്, കാരണം എനിക്കും സംസാരിക്കാൻ ഇഷ്ടമാണ്. സോ ഐ തിങ്ക് ചുറ്റുപാട് എല്ലാം കൂടി ഐ തിങ്ക് എല്ലാം കൂടി മാച്ചായി വന്നു. അതൊരു ഭാഗ്യം തന്നെ. എന്തിനേറെ എല്ലാം ചേർന്നു എന്നൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. സാധാരണ ഒരു മഹാരാഷ്ട്ര ബ്രാഹ്മിൺ ഫാമിലി എന്ന് പറഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ കുറച്ച് സ്റ്റിഫാണ്. അവർ കുറച്ച് ഓർത്തഡോക്സ് ആണ്, കൺസർവേറ്റീവ് ആണ്, അവരുടേതായ വാല്യൂ സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വാസ്തവത്തിൽ പറയാനായിട്ട് ആദ്യമായിട്ട് എൻ്റെ ഫാദർ ഇത് അറിഞ്ഞപ്പം പപ്പയ്ക്ക് ഇച്ചിരി ഒരു ഷോക്ക് ഫാക്ടർ ആയിരുന്നു. കാരണം എൻ്റെ മൂത്ത മോൾ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തല്ലോ, അങ്ങനത്തെ ഒരു തോന്നലുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർക്കുന്നുണ്ട് ആ രാത്രി പപ്പ കണ്ടുപിടിച്ചപ്പം എൻ്റെ കോളേജ് ഹോംവർക്ക് എല്ലാം ഒത്തിരി പെൻഡിങ്. കണ്ടുപിടിക്കുന്ന പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാൻ, പക്ഷെ പപ്പയ്ക്ക് എന്തോ ഒരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ പപ്പ എൻ്റെ ഫ്രണ്ടിനെ ഒന്ന് വിളിച്ച്, അപ്പോൾ ഫ്രണ്ട് പറഞ്ഞു ഇല്ല അങ്കിൾ ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ പിന്നെ തീർന്നെല്ലാം. ഓ, ഇതായിരുന്നു മന്ത്രം. അതായത് സുഹൃത്തിനെ കാണാൻ പോകുന്നുള്ള വ്യാജനെ ശിരീഷിനെ കാണാൻ അല്ലേ? അത് കുറച്ച് തവണ റിപ്പീറ്റ് ചെയ്തപ്പോൾ മൂപ്പറുടെ എന്നിട്ട് മൂപ്പര് സുഹൃത്തിനെ വിളിച്ചു. വിളിച്ചു കഴിഞ്ഞപ്പോൾ എങ്ങനെ വിളിച്ചത്? അവിടെ ഉണ്ടോന്ന് ചോദിച്ചു. ഇല്ല, സരീന ഉണ്ടോന്ന് സരീനായിട്ട് സംസാരിക്കണം. അവൾ പറഞ്ഞു ഇല്ല അങ്കിൾ, സരീന ഇവിടെ വന്നിട്ടില്ല. അന്ന് ഈ മൊബൈൽ ഫോൺ ഇല്ലാത്തതുകൊണ്ട് ട്രാപ്പ് ചെയ്യപ്പെട്ടത്.
അല്ലെങ്കിൽ പറഞ്ഞായിരുന്നു ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയാമായിരുന്നു. അതെ അതെ. പക്ഷെ അന്ന് സുഹൃത്തിനോട് പറഞ്ഞ് ചട്ടം കെട്ടണ്ടായിരുന്നു, ആ ഒരു ബുദ്ധി പോയില്ല. അത്രയൊന്നും ഞാൻ ആലോചിച്ചില്ല. ഇങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ വരുമെന്ന് എനിക്കറിയില്ല. എൻ്റെ ഫാദർ ഒരു ഡിറ്റക്റ്റീവ് ആവുമെന്ന് എനിക്ക് തോന്നില്ല അന്നേരം. സോ ആ രാത്രി ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ പേരൻസ് ഡിസ്കഷനിലായിരുന്നു ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ സിസ്റ്റർ വന്ന് ആ കഥകിൻ്റെ അടുത്ത് പോയി, ബെഡ്റൂമിൻ്റെ കഥയിൽ പോയി അവരെന്തുവാ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടിട്ട് എൻ്റെ അടുത്ത് വന്ന് പറയുമായിരുന്നു, ഇങ്ങനെ പറയുന്നുണ്ട്, മമ്മി ഇങ്ങനെ പറയുന്നത്, പപ്പ ഇങ്ങനെ പറയുന്നത്, അത് ഇതൊക്കെ. കാരണം എൻ്റെ ഹോംവർക്ക് എല്ലാം ഒത്തിരി പെൻഡിങ് ആയിരുന്നു. കാരണം ശിരീഷിനെ ആഫ്റ്റർ കോളേജ് ഞാൻ കാണാൻ പോയായിരുന്നു. സോ ഇറ്റ് യൂസ് ടു ബി പെൻഡിങ് ക്വൈറ്റ് എ ബിറ്റ്. അപ്പോൾ ഇതെല്ലാം രാത്രിയിൽ നിന്നാണ് ഞാൻ തീർത്തുകൊണ്ടിരുന്നത്. സോ അത് കാരണം അന്നേരം തോന്നി അത് ഏത് പേരൻറ്റിനാണെങ്കിലും ശരി, കാരണം ദേ ആർ ഓൾവേസ് ലുക്കിംഗ് ഫോർ ദ ബെസ്റ്റ്. അപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്തോ? ഇല്ല, പപ്പ ഇത് ചോദിച്ച് എത്ര സീരിയസ് ആണ് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച്. അല്ല, ശിരീഷാണെന്ന് എങ്ങനെ അവർ തിരിച്ചറിഞ്ഞു? ഞാൻ പറഞ്ഞ അവരടുത്ത്. പിന്നെ അവർ ശിരീഷിനെ കണ്ടിട്ടുണ്ട്, ശിരീഷ് അങ്ങനെ വീട്ടിൽ വന്നിട്ടുണ്ട്, അവരായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. സോ ഹി വാസ് മോർ ഓഫ് എ ഫ്രണ്ട് ദെൻ അവർ കാണുമ്പം. സോ അങ്ങനെ ആരെ ഇയാൾ അങ്ങനത്തെ ഒരു പ്രശ്നം വന്നില്ല. പക്ഷെ ഓഫ്കോഴ്സ് അത് ആർക്കാണെങ്കിലും തോന്നും, ഏത് പേരൻ്റാണെങ്കിലും ഇറ്റ് ഈസ് ദ റൈറ്റ് ചോയ്സ് അങ്ങനത്തെ ഒക്കെ തോന്നൽ. കൃത്യമായി പറഞ്ഞു, ഐ ആം വെരി സീരിയസ് അബൌട്ട് ഇറ്റ്. ഐ ആം വെരി സീരിയസ് അബൌട്ട് ഇറ്റ്. ഒന്ന് ഷോക്ക് അടിച്ചോ പറഞ്ഞു? ഇച്ചിരി സാധാരണ അല്ലേ. ഇപ്പം നാളെ എൻ്റെ മോള് അതാരാ ഷോക്ക് കിട്ടിയ ആൾ വരട്ടെ. മോളെ വേറൊരു പങ്ക്ച്വാലിറ്റി, ഷൂട്ടിങ്ങിനായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ, ഇന്ന ടൈമിന് എത്തുള്ളൂ ആ ടൈമിലെത്തും, ആരെ കൊണ്ടൊന്നും പറയിക്കില്ല. അതിനുള്ളൊരു കഴിവായിട്ട് എനിക്ക് തോന്നുന്നു. അതെങ്ങനെ സാധിക്കുന്നു നിനക്ക്? നല്ല തലശ്ശേരി ഭാഷ കേട്ടോ. അതെ, പക്ഷെ എൻ്റെ മലയാളം എല്ലാം കുഴഞ്ഞ മലയാളം. അതെ, അവിയലാണ്. പക്ഷെ അച്ഛന് ഈ പറഞ്ഞ ശിരീഷിനെ കാണാൻ പോയ പഞ്ച്വാലിറ്റിയെ കുറിച്ചാണ് പുള്ളി പറയുന്നത്. ആക്ച്വലി ബിഫോർ ടൈമാണ്. ബാക്ക് ഓഫീസ് മൈൻഡ് ഇത്ര പഞ്ചുലായിട്ട് കൃത്യമായിട്ട് കാണാൻ പോകുന്നു. എനിവേ, ഈ സമയത്ത് അമ്മയും കൂടെ കൊണ്ടുവരാം നമുക്ക്. ചെറുപ്പത്തിലെ നിനക്ക് ഭയങ്കര ചുണ്ടിത്തരങ്ങളായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, രാവിലെ സ്കൂളിൽ പോകാൻ നേരം യൂണിഫോം ഒക്കെ ഇട്ട് വന്നിട്ട് മുടി പിന്നുമ്പം മുടിയുടെ ഒരറ്റം എവിടെയെങ്കിലും ഒന്ന് പൊങ്ങി നിന്നാൽ അവൾ എന്നെ കൊണ്ടൊരു 10 പ്രാവശ്യം അത് ചെയ്യിപ്പിക്കും. അങ്ങനെ പപ്പയ്ക്ക് ദേഷ്യം പിടിച്ച് മുടി കണ്ടിച്ച ദിവസങ്ങൾ പോലും ഉണ്ട്. അങ്ങനെയുള്ള സന്ദർഭം ഇപ്പം നീയും മക്കളുമായിട്ടുണ്ടാകലുണ്ടോ അതോ എന്നെനിക്ക് അറിഞ്ഞാൽ കൊള്ളാം. സത്യം പറഞ്ഞിട്ട് അമ്മ, ആ സ്വഭാവത്തിലൊരു മാറ്റമില്ല. ഈ ഫ്ലോറിൽ വന്ന ശേഷം എൻ്റെ മുടി ശരിയാണോ ഒന്ന് വരട്ടെ. അപ്പൊ ഇത് എത്രയോ ചെറുപ്പത്തിലുള്ള സ്വഭാവമാണ്. ചില സ്വഭാവങ്ങൾ മാറില്ലല്ലോ. അപ്പൊ ഈ മുടി ഒരു പ്രശ്നമാണിത്. മുടി മാത്രമല്ല, എല്ലാം പ്രശ്നമാണ്. അതെ, ഞാൻ ഓർക്കുന്നുണ്ട് മമ്മി അന്നേരം മമ്മിക്കും കാലത്ത് ഓഫീസിൽ പോകണം. അപ്പം എല്ലാവരും ധൃതി പ്രപഞ്ചം, അല്ലെ തന്നെ വീട്ടിലെല്ലാവരുടെയും കാലത്ത് ഒരു ധൃതി പ്രപഞ്ചം തന്നെ ആയിരിക്കുമല്ലോ. അപ്പം മമ്മി മുടി പിന്നിടുമ്പോൾ എനിക്കെല്ലാം ഇച്ചിരി ചിട്ടയും അത് ഇച്ചിരി കൂടുതലായിരുന്നു. സോ മമ്മി മുടി പിന്നി തരുമ്പം എവിടെയെങ്കിലും ഒരു മുടി ഇങ്ങനെ പുറത്തു, ഞാൻ പറഞ്ഞില്ല മമ്മ ശരിയായിട്ടില്ല, ഒന്നുകൂടെ പിന്നിത്താം. അങ്ങനെ ഒരു ദിവസം പപ്പയ്ക്ക് ദേഷ്യം പിടിച്ച എന്താ എല്ലാം എന്നും കാലത്ത് ഇങ്ങനെ ഒരു മുടി ഉള്ള ഒരു പ്രശ്നം. പപ്പ വന്ന് മുടി അങ്ങ് വെട്ടിക്കളഞ്ഞു. ഞാൻ പറഞ്ഞു ഓ മൈ ഗോഡ്. പപ്പ പറഞ്ഞു ഇനി നിനക്ക് മുടി തന്നെത്താനെ കെട്ടാൻ പഠിക്കണം, നീ തന്നെത്താനെ കെട്ടി സ്കൂളിൽ പോയാൽ മതി. അത് കഴിഞ്ഞ് ഞാൻ തന്നെത്താനെ കെട്ടാൻ പഠിച്ചു. അതോടെ പ്രശ്നം പരിഹരിച്ചു. പ്രശ്നം തീരും. പക്ഷെ ആ പ്രശ്നം പരിഹരിച്ചിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. ആ പ്രശ്നം തുടരുകയാണ്. ഇവിടെ ഒരുപക്ഷെ സറീനെ സഹായിച്ചിട്ടുള്ളൂ, അല്ലെ നാദിയനെ സഹായിച്ചിട്ടുള്ളത് അനുജത്തിയുടെ സഹായമായിരിക്കും അല്ലേ? അനുജത്തിയായിട്ട് നല്ലൊരു ബന്ധമായിരുന്നു. അതെ, ഞങ്ങൾ വളരെ ക്ലോസ് ആയിരുന്നു. ഞങ്ങൾ ഏജിലും വളരെ ജസ്റ്റ് 2 years apart. പക്ഷേ ഈ പ്രണയമൊക്കെ ആദ്യം കൺഫൈഡ് ചെയ്യുന്നത് അനുജത്തിയോടാണ്. അതെ അതെ. ഒരു അപകടം മണത്തില്ല, അവള് പോയിട്ട് അവിടെ ചോർത്തി കൊടുക്കുന്നു. ഇല്ല, ആ സെറ്റപ്പ് അതൊരു റെസിപ്രോസിറ്റി ഉണ്ടായിരുന്നു. എന്റെ രഹസ്യം നീ സൂക്ഷിക്കാൻ, നിന്റെ രഹസ്യം ഞാൻ സൂക്ഷിക്കില്ല. അവർക്ക് അന്നേരം രഹസ്യമൊന്നും ഇല്ലായിരുന്നു. ഭാവിയിൽ നിനക്ക് ഉണ്ടാകാമോ എന്ന രഹസ്യം ഞാൻ സൂക്ഷിച്ചോളാം വല്ലതും പറഞ്ഞോ? ഇല്ല ഇല്ല, അതിനൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഡീൽ ചെയ്യാം. നാദിയയുടെ ചേലയായിരുന്നു അനുജത്തി. ചേലയായിരുന്നു, വരട്ടെ ചേല. കോപ്പി കാറ്റ് ആയിരുന്നു. ഞാൻ ചെയ്യുന്ന എല്ലാം ചെയ്യും, അതുപോലെ ചെയ്യും. ഹായ് സറി, Zarina ഞാൻ വിളിക്കാറ്. ദാറ്റ് ഈസ് ദ ഷോർട്ട് ഓഫ് സറീന വിച്ച് ഈസ് ഹർ ആക്ച്വൽ നെയിം. സറിയെ പറ്റി പറയണമെങ്കിൽ ഷീസ് എ വെരി സ്ട്രോങ് ഹെഡഡ്, വെരി ഒപ്പീനിയേറ്റഡ് ആൻഡ് വെരി കേപ്പബിൾ പേഴ്സൺ. ഇപ്പം അപ്പാർട്ട് ഫ്രം ഹർ സ്റ്റാർഡം ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്
ഇനി ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് മുംബൈയിൽ വീട്ടിൽ വരുമ്പോഴും ആണെങ്കിൽ ഷീസ് ലൈക്ക് എ നോർമൽ ഹോം മേക്കർ. യുനോ കുട്ടികളുടെ കാര്യം വീട്ടിലെ കാര്യം എല്ലാം വളരെ ചിട്ടയും അടുക്കോട് കൂടി തന്നെ ഷീ ലുക്സ് ആഫ്റ്റർ തിങ്സ്. ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ 40th ബർത്ത്ഡേ ആയിരുന്നു ആൻഡ് ഞങ്ങൾ ദോഹയിലാണ് താമസിക്കുന്നത്. അപ്പം ഇറ്റ് വാസ് ഷീ അലോങ് വിത്ത് മൈ ബ്രദർ ഇൻ ലോ ഹു ഡിസൈഡഡ് ദാറ്റ് യുനോ ഹസിൻ്റെ 40th ബർത്ത്ഡേ വരുന്നുണ്ട്, നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ചെയ്യണം എന്ന്. അങ്ങനെ ഇവർ ദ ഹോൾ ഫാമിലി അലോങ് വിത്ത് മൈ പേരൻസ് എല്ലാവരും ഓൺ മൈ ബർത്ത്ഡേ ഇൻ ദ മോർണിംഗ് അവർ ദോഹയിൽ ലാൻഡ് ചെയ്തു. എന്നിട്ട് ഡോർ ബെൽ അടിച്ച് ഞാൻ ഡോർ തുറക്കുമ്പോൾ ഉണ്ട് ദെയർ എവ്രി വൺ ഇസ് റൈറ്റ് ഇൻ ഫ്രണ്ട്. യുനോ ഇറ്റ് വാസ് സച്ച് എ ഗ്രേറ്റ് മൊമെൻറ്റ്. ഐ എം റിയലി ഓണേർഡ് ടു ബി ഹർ സിബ്ലിംഗ് ആൻഡ് പ്രൗഡ് ഓഫ് ഹർ ആൻഡ് ഷീ ഈസ് ട്രൂലി ഇൻസ്പയറിംഗ് ടു മീ. എല്ലാവരെയും സ്വാധീനിച്ച് വെച്ചിരിക്കുകയാണ്. അനുജത്തി ഇപ്പോഴും ചേച്ചിയുടെ ഒരു പ്രസരണത്തിലാണ്, ഇൻഫ്ലുവൻസിലാണ്. ബിക്കോസ് ഐ തിങ്ക് നമ്മൾ കുറേ കാര്യങ്ങൾ ചെറിയ പ്രായത്തിൽ നിന്ന് തന്നെ വി ഹാവ് സ്പോർട്സിൽ ഒരുമിച്ചായിരുന്നു, ഡാൻസ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ആൻഡ് ഞാൻ സിനിമ ചെയ്യുമ്പോഴും ഒരു ഷി വാസ് എ വെരി ഓണസ്റ്റ് ക്രിറ്റിക്. മനസ്സ് തുറന്ന് പറയും. പിന്നെ നമുക്ക് ആർക്കും അങ്ങനെ വൈറ്റ് ലൈസ് കൂടെ പറയാൻ അറിയില്ല, ഇച്ചിരി കൂടുതൽ ഓണസ്റ്റ് ആണെങ്കിലേ ഉള്ളൂ. സോ ഷീസ് ഓൾവേസ് ബീൻ എ സപ്പോർട്ട്. അതുമാത്രമല്ല ഇപ്പം എൻ്റെ സിസ്റ്ററുടെ ഹസ്ബൻഡ് അസാം ആണെങ്കിലും ശരി, അവിടെ മോൻ റിഹാൻ ആണെങ്കിലും ശരി, അവർ വളരെ ക്ലോസ് ആണ് ഈവൻ ടു മൈ ഫാമിലി. ഇപ്പം അവർ അവധിക്കൊക്കെ വരുമ്പോഴും ഈവൻ ഹർ സൺ റിയു എന്നാണ് ഞങ്ങൾ വിളിക്കുക, വന്ന് സമ്മർ ഹോളിഡേയ്സ് എൻ്റെ മക്കളുടെ കൂടെ അവർ സ്പെൻഡ് ചെയ്യുന്നത്. സോ ഐ തിങ്ക് യുനോ സംടൈംസ് നമ്മൾ ചിലപ്പം ഓർക്കും കല്യാണം കഴിച്ച് കഴിഞ്ഞ് വേറെ ഒരു മെമ്പർ നമ്മുടെ ഫാമിലിയിലേക്ക് വരുമ്പോൾ ആ ഡൈനാമിക്സ് ശരിയല്ലേ, നഷ്ടപ്പെടുന്നു വിചാരിക്കും. പക്ഷെ ഐ തിങ്ക് വി ഹാവ് സംഹൗ ഐ തിങ്ക് കെപ്റ്റ് ഇറ്റ് ടുഗെദർ ആൻഡ് വി ഹാവ് എ നൈസ് ടൈം ടുഗെദർ ആൻഡ് ഷീ ഈസ് ഓൾവേസ് ബീൻ ക്ലോസ് ടു മീ. പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നൊരു ചെറുപ്പത്തിലൊക്കെ ആണെങ്കിൽ പപ്പ മമ്മി നമ്മളെ ഒരേപോലെ ഉടുപ്പ് ഇട്ട് അയക്കുമായിരുന്നു. ഇപ്പോൾ ഒരു പാർട്ടിക്ക് പോകണമെന്ന് പറഞ്ഞാൽ അവിടെ ഉടുപ്പ് പേർപ്പിളാണെങ്കിൽ എൻ്റെയും പേർപ്പിൾ. എനിക്ക് ആലോചിക്കാനും വയ്യ എൻ്റെ മക്കളിപ്പോൾ ഞാൻ അതുപോലെ ഡ്രസ്സ് ചെയ്താൽ അവരെന്ത് പറയുമെന്ന് എൻ്റെ അടുത്ത്. സോ ആ കാലത്തൊക്കെ യുനോ വി യൂസ്ഡ് ടു ഡു ഓൾ ദോസ് തിങ്സ്. അതിലൊരു രസം ഉണ്ടായിരുന്നു. എന്തായാലും നദിയയുടെ വളരെ വേണ്ടപ്പെട്ട എല്ലാവരും നമ്മളിവിടെ കൊണ്ടുവന്നു കഴിഞ്ഞു. ഇനിയാണ് നദിയ എന്ന് പറയുന്ന ഈ നടിയെ ഞങ്ങൾ പരിചയപ്പെടാൻ പോകുന്നത്.